ഹായ് നമസ്കാരം, വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ആൻഡ് ടേൽസ് വിത്ത് സുധ. നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അതെ, ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഒരു മിക്സ്ഡ് സീ ഫുഡിൻ്റെ റോസ്റ്റാണ് കേട്ടോ. ഇത് സൂപ്പർ ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ മിക്സ്ഡ് സീ ഫുഡ്. ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം, ഇതിനകത്ത് നമുക്ക് പ്രോൺസ് ഉണ്ട്, പിന്നെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കക്കാറച്ചി ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ കൂന്തൽ. ഈ 3 സാധനങ്ങളാണ് ഒരു പാക്കറ്റിൽ നമുക്കിവിടെ കിട്ടണത്. അപ്പോൾ നമുക്കിതിനെയൊക്കെ ഒന്ന് ക്ലീനാക്കി എടുത്തുകൊണ്ട് വരാം. അപ്പോൾ നമ്മുടെ കക്കയിറച്ചിയിൽ അഴുക്കെല്ലാം കളഞ്ഞ് എല്ലാം കഴുകി വൃത്തിയാക്കി ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിനകത്തേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് ചേർത്തു, പിന്നെ ഒരു 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, കുറച്ച് ചെറിയുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം, ആവശ്യത്തിന് വെള്ളം കേട്ടോ. വെള്ളം വളരെ കുറച്ച് മതി. ഇനി നമുക്കിതിനെ എല്ലാത്തിനെയും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിനെ ഒന്ന് സ്റ്റൗവിൽ വെച്ചിട്ട് ഒരു 3 മിനിറ്റ്, ഒരു 3 to 4 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെച്ച് നന്നായിട്ട് ഇതിനെ വേവിച്ചെടുക്കാം കേട്ടോ. ഈ സമയത്ത് നമുക്കിതിലേക്ക് വേണ്ട, ഞാൻ ഒരു ഉള്ളി എടുത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, കുറച്ച് കരിവേപ്പില, കുറച്ച് ചെറിയുള്ളി, പിന്നെ കുറേശ്ശെ വിധം ഇഞ്ചിയും വെളുത്തുള്ളിയും, ഒരു 3 പച്ചമുളകും, പിന്നെ ആവശ്യത്തിന് തേങ്ങാക്കൊത്ത്, അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാവേ. ഇതിപ്പോൾ ഏകദേശം നമ്മുടെ ചെമ്മീനും നമ്മുടെ കൂന്തലും എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ഇവിടെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് കുറച്ചും കൂടെ ഒരു വെള്ളമുണ്ട് കേട്ടോ. ആ വെള്ളം ഒന്ന് നമുക്ക് ഇനി വറ്റിച്ചെടുക്കണം, അപ്പോഴേക്കും ഇത് നന്നായിട്ട് റെഡിയാകും കേട്ടോ. അപ്പോൾ ഇതിനെ നമുക്കൊന്നും കൂടെ മൂടി വെച്ച് കൊടുത്ത് ആ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ നോക്കിയ വെള്ളമെല്ലാം നന്നായിട്ട് വറ്റി ഇവിടെ ഇത് റെഡിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനെ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്കൊരു ചീനിച്ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അത് ചൂടായി വന്നപ്പോഴത്തേക്കും നമ്മുടെ തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ തേങ്ങാക്കൊത്ത് നമുക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. നമ്മുടെ തേങ്ങാക്കൊത്ത് ഇവിടെ ഒരുവിധമായി വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ പച്ചമുളക് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചെറിയുള്ളി അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ സവാളയും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നമ്മുടെ കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ഇതിനെ എല്ലാത്തിനെയും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇത് ഏകദേശം ഇവിടെ നന്നായിട്ട് തന്നെ വഴന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് നമ്മുടെ മസാലപ്പൊടി എല്ലാം ചേർത്ത് കൊടുക്കാവേ. അപ്പോൾ ഇതിനകത്തേക്ക് ആദ്യം നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ഫുള്ള് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഒരു ടീസ്പൂൺ അളവിൽ തന്നെ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കിതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിനെ ഒന്ന് നന്നായിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് 1 ടീസ്പൂണ് നമ്മുടെ ഗരം മസാലയുടെ പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊരു നല്ലൊരു ഫ്ലേവർ തരും കേട്ടോ ഇതിനകത്ത്. ആ ഗരം മസാലയുടെ പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് ഇതിന് നന്നായിട്ട് നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ആ നമ്മുടെ മസാലപ്പൊടിയുടെ എല്ലാം പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതിവിടെ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ആ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ആ ഒരു സീ ഫുഡിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ആ മസാലയൊക്കെ ഇതിനകത്തേക്ക് നന്നായിട്ട് പിടിച്ച് ഇതിനെയൊന്നും നമുക്ക് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ. അപ്പോൾ അത്രേ വേണ്ടുള്ളൂ. ഇതൊന്ന് നമുക്ക് നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ റോസ്റ്റ് ഇവിടെ റെഡിയാണ് കേട്ടോ. ഇത് നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. നിങ്ങളിത് ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഇതൊന്ന് വാങ്ങിച്ച് ചെയ്ത് നോക്കണം കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെല്ലാവരും നിങ്ങളുടെ അഭിപ്രായം എല്ലാം പറയണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോഴേ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇതിനെ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ ഒന്ന് എല്ലാവരും ഓർത്തേക്കണേ. അപ്പോൾ നമ്മുടെ ആ റെഡിയായ റോസ്റ്റ് ഞാനൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇത് നോക്കിയാൽ ഇത് കാണാനും ഒരു പ്രത്യേക ഭംഗിയുണ്ടല്ലോ, അതുപോലെ തന്നെ കഴിക്കാനും വളരെ ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം എല്ലാം പറയണം. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്.